ആ നിങ്ങൾ എത്തിയോ? വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. ഞാൻ കാശ്മ. ഇതെന്താ അറിയുന്നത് നിങ്ങൾക്ക്? ഇത് നെയ്യപ്പമാണ്. പക്ഷേ ഈ നെയ്യപ്പം അയ്യപ്പൻ്റെ അമ്മ ഉണ്ടാക്കിയത്, എൻ്റെ അമ്മ ഉണ്ടാക്കിയതാ. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിർത്തെടുക്കണം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ ശേഷം ഇത് അരച്ചെടുക്കാം. അരി കുതിർത്ത് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു വെള്ളം പാലാൻ വേണ്ടി ഒരു അരിപ്പയിൽ വെച്ചേക്കുവാണ്. പിന്നെ അതേപോലെ നെയ്യപ്പത്തിന് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ 2 സ്പൂൺ തേങ്ങ, ജീരകം, ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര പാവ് കാച്ചിയത് ഒരു നൂൽപ്പരുവല്ല, നോർമൽ ഒരു ഗ്ലാസ് വെള്ളം ഈ ഇത്രയും തന്നെ വെള്ളം എടുത്തിട്ട് ഒരു 250 ഗ്രാം ശർക്കര ഇട്ടിട്ട് ഉരുക്കിയെടുത്തതാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഫസ്റ്റ്. ഇനി ഇതിലോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കണം. ഇത് അരയ്ക്കാൻ പാകത്തിന് ഞാൻ ഒരു 3/4 ഗ്ലാസ്സേ ഒഴിക്കുന്നുള്ളൂ. നമുക്കിനിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതിനുള്ള മധുരമേ ഉള്ളൂ. പിന്നെ തേങ്ങ, ജീരകം, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യപ്പം അല്ലേ. അപ്പം നമ്മൾ കുറച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ നെയ്യിലായിരുന്നു ഇത് ഫുൾ വറുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ നെയ്യുടെ ഇതിനൊക്കെ നമുക്ക് നോർമൽ എണ്ണയിലാണ് വറക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഫസ്റ്റ്. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്താണെന്നറിയാമോ, ഇത് അരഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് തരി ഇട്ടിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇത് കണ്ടോ, കുറച്ച് തരി ഇട്ടിട്ട് വേണം അരയ്ക്കാൻ. ഇതിനകത്ത് നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അത് കാരണം നമ്മൾ കുറച്ച് നേരം ഇത് വെക്കണം. നമ്മുടെ നെയ്യപ്പത്തിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇതിനകത്ത് നമ്മൾ സോഡാപ്പൊടിയോ മറ്റ് ഫെർമെൻറ്റേഷനുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. കാര്യം ഞാനിപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് അരച്ച് വെച്ചത്. നമുക്കിത് വൈകുന്നേരത്തേക്കിന് അപ്പം ചുട്ടെടുക്കുക, ഒരു 5-6 മണിയാകുമ്പം. ഇത് കാരണം ഇതിനകത്ത് സോഡാപ്പൊടി ഒന്നും ചേർക്കാത്ത കാരണം ഇതിങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോഴേ നല്ല നമുക്ക് കറക്റ്റ് ടെൻഡൻസി കിട്ടത്തുള്ളൂ. നാച്ചുറലായിട്ട് നമ്മൾ ട്രഡീഷണലായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്കിതൊരു അടച്ച് വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ, മിനിമം ഒരു 3 hours വെക്കണം, 3 മണിക്കൂറെങ്കിലും വെക്കണം. ചിലർ രാത്രിയിൽ അരച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരത്തേക്കിന്, ആ രീതിയിൽ വേണം ഇത് അരച്ച് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ നേരത്ത് കുറച്ച് പേരെ കൂട്ടുകളൊക്കെ ചേർക്കാനുണ്ട്. അപ്പം നമുക്ക് ആ സമയത്ത് പറയാം. അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിൻ്റെ കൂട്ട് അരച്ച് വെച്ചിട്ട് ഇപ്പം 6 മണിക്കൂറോളമായി. നമ്മളിതിനകത്ത് സോഡാപ്പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. കണ്ടല്ലേ, ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. വെള്ളമല്ല, ശർക്കരപ്പാനി ചേർക്കുന്നില്ല. പിന്നെ ഇതിനകത്തോട്ട് ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് എള്ള്, ഞാൻ കറുത്ത എള്ളാണ് ചേർക്കുന്നത്. പിന്നെ നെയ്യിൽ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത്, നെയ്യിൽ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് അതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഇതിനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇത് വറക്കാനായിട്ട്. അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യും അതിനകത്തോട്ട്. 1 സ്പൂൺ നെയ്യപ്പമല്ലേ. അപ്പം നമ്മൾ വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് എണ്ണ ചൂടായി കിടക്കുവാണ്. അപ്പോൾ നമ്മളിത് ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇത് ചെറു ചൂടിൽ കിടന്ന് വേണം വേവാൻ, അല്ലെ അകം വേവില്ല. അപ്പം നമുക്ക് ആദ്യത്തെ നെയ്യപ്പം ഒഴിക്കാം. ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് ചൂട് നന്നായിട്ട് നിൽക്കും ഇതിൽ. കണ്ടോ, നെയ്യപ്പം നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതൊന്ന് പൊങ്ങി വന്നതിന് ശേഷമേ ഇതിനകത്തോട്ട്
നല്ലതായിട്ട് പൊങ്ങി വന്നിട്ട് തിരിച്ചിടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ വൺ സൈഡ് ആയിട്ടുണ്ട്, നമുക്കത് തിരിച്ചിടാം. ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് കുക്കായതിനു ശേഷം മാത്രമേ ഇത് തിരിച്ചിടാവൂ. നമുക്ക് ആ കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടത്തുള്ളൂ. എന്നാൽ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് അരി കൊണ്ട് 8 നെയ്യപ്പം വരെ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ അതിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ശരിക്കും. അത് കണ്ടോ, നല്ല കണ്ടോ, ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഇത് തലേന്ന് നൈറ്റ് അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ ബൈ.